എല്ലാവർക്കും നമസ്കാരം. വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പാചകവും അതുപോലെ എൻ്റെ പച്ചക്കറിത്തോട്ടം ഒരുക്കുന്ന പണികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടുവിനെ രാവിലെ ഒന്ന് പുറത്ത് വിട്ടതാണ്. അവൻ്റെ കുറച്ച് കളികളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവന് കൂടെ ചിലവഴിച്ച്. കുട്ടു രണ്ടാം പ്രാവശ്യവും ഒരുപാട് കുട്ടികളുടെ അച്ഛനാവാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. ഇവൻ ആൾ പുലിയാണ്. ഇവനെപ്പോൾ നമ്മൾ പുറത്ത് വിട്ടാലും ഈ ഒരു വണ്ടിയുടെ ചോട്ടിൽ വന്നിട്ട് കുറേ നേരം കിടക്കും. അതുപോലെ ഫ്രണ്ടിലുള്ള മുറ്റത്താണ് അവന് ഏറ്റവും ഇഷ്ടം. അവിടെ ഓടിക്കളിച്ച് കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ച് അവൻ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. കുറച്ച് നേരത്തെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവനെ കൂട്ടിൽ കൊണ്ടിട്ടു. ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങി. പച്ചക്കറി കുറേശ്ശെയായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമുക്ക് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചട്ടിയിലാണ് ഞാൻ പച്ചക്കറികൾ വളർത്തുന്നത് കേട്ടോ. വീടിൻ്റെ ചുറ്റും നമുക്ക് ഒരുപാട് ചെടികളുണ്ട്. നല്ല സന്തോഷമാണ്. ഓരോ ഭാഗത്തേക്കും നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വീടിൻ്റെ മുറ്റം കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഏരിയ ഉണ്ട്. അവിടെയാണ് കോഴിയും പൂച്ചയൊക്കെ വളരുന്നത്. ആ ഒരു ഭാഗത്താണ് ഞാൻ വെജിറ്റബിൾ കുറേശ്ശെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വെജിറ്റബിൾ മുഴുവനായിട്ടും ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അമ്പഴവും ചാമ്പയും പ്ലാവും ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ട് തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വലിയ വലിയ പോട്ടുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പച്ചമുളക്, വഴുതന, കക്കരി, പയർ എന്നൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ചട്ടിയിലാണ് കേട്ടോ. ഞാൻ ഈ ഭാഗത്ത് മുറ്റത്ത് പണി ചെയ്യുമ്പോൾ കുട്ടു നന്നായി ഉറങ്ങാണ്. രാത്രി മുഴുവൻ അവന് പുറത്ത് ക്യാമറയിൽ നോക്കിയിട്ട് ഒരു പാറ്റ പറന്നാൽ പോലും അതിനെ പ്രതികരിച്ചുകൊണ്ടായിരിക്കും. പച്ചക്കറിയുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുരുമുളക് ഒരുപാട് താഴെ പഴുത്ത് വീഴുന്നത് കണ്ടത്. എന്തായാലും കുറച്ച് കുരുമുളക് ഉണക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പച്ചയാണെങ്കിലും അത് ചാടി പോകുന്നതൊക്കെ പറിച്ചെടുത്ത് ഉണക്കാം. കുറേ ഭാഗം മുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെ അത് പറിച്ചെടുക്കുന്ന ഒരു ഐഡിയ ഇല്ല. കോണിയൊക്കെ വെച്ച് പറിച്ചെടുക്കണം. എന്നാലും താഴെയുള്ളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. ആകെ ഒരു കുരുമുളകിൻ്റെ വള്ളിയാണ് നമുക്കുള്ളത്. അത് ഈ ഒരു പ്ലാവിൽ നന്നായി പിടിച്ചിട്ട് മുകളിൽ വരെ നല്ലവണ്ണം കായ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തേക്കുള്ള കുരുമുളക് നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഓരോ ഇലയിലും ഓരോ തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ നന്നായി പിടിച്ചത് കൊണ്ട് തന്നെ നല്ലവണ്ണം കുരുമുളകുണ്ട്. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കമ്പ് പൊട്ടിച്ച് വേരുള്ള ഭാഗം നട്ടു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കുരുമുളകിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇത്രയാണ് കുരുമുളകാണ് പറിച്ചെടുത്തിട്ടുള്ളത്. തൽക്കാലം നന്നായി എരിവുണ്ട്. അതുകൊണ്ട് ഇത് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്ക് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് വേസ്റ്റ് വിറകുകളൊക്കെ കത്തിച്ചിട്ടാണ് ചോറ് വെക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചോറ് വെക്കലും പണിയൊക്കെ ആകുമ്പോൾ കോഴികളും അതുപോലെ പൂച്ചയൊക്കെ നല്ല നോക്കിയിരിക്കും അവർ. അങ്ങനെ വെജിറ്റബിളിന് വളം ചേർക്കലും കമ്പ് കുത്തി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി സമയം ഒരുപാട് വൈകി. ഇനി അകത്തേക്ക് ഉച്ചയിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തിരക്കിലാണ്. അങ്ങനെ അടുക്കളയിലെത്തി. ഇന്ന് നമ്മൾ ക്യാരറ്റ് ഉപ്പേരിയും അതുപോലെ ചിക്കൻ വരട്ടുമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പണികളിലേക്കൊക്കെ നീങ്ങിട്ടോ. ക്യാബേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകൊക്കെ ഇട്ട് പിന്നെ നന്നായി ചെറിയ ഇതാക്കിയിട്ട് പൊടി പോലെ ആക്കിയിട്ടുണ്ട്. ക്യാരറ്റ് നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞായി പൊടിഞ്ഞ് കിട്ടുന്ന ക്യാരറ്റാണ്. നമ്മൾ ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. തീ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. പിന്നെ നമ്മളതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും ഈ ഒരു ചെറിയ തീയിൽ ഇങ്ങനെ ആവി കയറി വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് നന്നായി അടച്ച് വെക്കാം. അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ തീ ശ്രദ്ധിക്കാഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ക്യാബേജ് വേവുന്ന പോലെ തന്നെ ക്യാരറ്റും ഇതുപോലെ പൊടിയായി അരിഞ്ഞാൽ വെന്ത് കിട്ടും. അങ്ങനെ ക്യാബേജ് ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടാണ് കേട്ടോ. അതിന് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് തയ്യാറാക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നീട് ഉള്ളി ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവോള നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. ആ ഒരു പേസ്റ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നമ്മൾ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. തക്കാളിയാണ് നമുക്ക് കറിയിലേക്ക് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നായി ഒന്ന് വഴന്ന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളകും പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ വലിയ ജീരകവും അതുപോലെ മല്ലിച്ചപ്പ് പൊടിച്ചതും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മസാലകളും ചേർന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ക്രീമി പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞ് നന്നായി അതിനെ ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അടച്ചു വെച്ച് നമ്മൾ കുറച്ച് നേരം ചിക്കൻ വേവിച്ചു. നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി വേവ് ആവണം എന്നതിന് ശേഷമാണ് നമ്മൾ തുറക്കുന്നത്. നമ്മൾ രമ്പയുടെ ഇല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു രമ്പ ലീഫ് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി ആവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് മറിയാതെ ആ ഒരു കുറുകുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് അടച്ച് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയ സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഈ ഒരു ഗ്രേവിക്ക് ഉണ്ടാവുക. പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും നന്നായി ഉണ്ടാവും. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് പ്ലേറ്റിൽ വിളമ്പി കൊടുക്കുന്നുണ്ട്. സ്മെല്ല് വന്നപ്പോൾ സെയിന് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ പാടെ പുറത്ത് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം മഴ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഇന്ന് തീരുമെന്നുള്ളൊരു വിശ്വാസമാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നന്നായി മഴ പെയ്തു. നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. മഴയുടെ കൊതി തീർത്ത് തന്ന പോലെയുള്ളൊരു മഴയായിരുന്നു. കോട്ടുംപുറത്തൊന്നും ഷീറ്റിൻ്റെ സൈഡിലൂടെയൊക്കെ നന്നായി വെള്ളം ചാടാൻ തുടങ്ങി. പുറത്ത് നട്ട ചെടികളൊക്കെ നന്നായി നനഞ്ഞു. നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മഴ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇടിയും മിന്നലൊന്നും ഇല്ലെങ്കിൽ പുറത്തിറങ്ങി മഴ ആസ്വദിക്കാറാണ് എൻ്റെ ഒരു പതിവ്. പക്ഷേ ഇടിയും മഴയൊക്കെ ഉണ്ടായാൽ അത് നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ അകത്തിരുന്നിട്ടാണ് മഴ ആസ്വദിച്ചത്. എന്തായാലും മഴയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലം ആയി. ഇനി മഴ അപൂർവമായിട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ.
കിട്ടുമെന്ന് പോലും അറിയില്ല. അങ്ങനെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്, ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.